Welcome back to Sorobara Season 2, powered by Al Jazeera Oil. ഇന്ന് നമ്മുടെ അതിഥി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഒരു മെക്സിക്കൻ അപാരത, ഇയോബിന്റെ പുസ്തകം, പുണ്യാളം 2, പുണ്യാളം അഗർബത്തീസാണ്. യെസ്, ഇതിലെ കൂടെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ട ഒരു നടനുണ്ട്. ആ നടനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ മുന്നിൽ വിശേഷിപ്പിക്കാനും, അതേപോലെ തന്നെ ഈസ് ഓൾസോ എ ഡയറക്ടർ. പല പടങ്ങൾ ഡയറക്ഷനിലും പുള്ളി പേര് സ്ഥാപിച്ചിട്ടുണ്ട്. വളർന്നു വരുന്ന ഒരു താരം തന്നെയാണ്. നമുക്ക് എന്തായാലും പരിചയപ്പെടാം, ക്ഷണിക്കാം വിഷ്ണു ഗോവിന്ദൻ. ഇങ്ങനെ വേണേ വരൂ. കമോ. വെൽക്കം ടു വിഷ്ണു ഗോവിന്ദൻ. മലയാള സിനിമയിൽ ഇപ്പം അടുത്ത് വന്ന കുറെ കോമഡി സിനിമയിൽ നല്ല നല്ല റോളുകൾ തന്നെ വിഷ്ണു ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നും ഒരു കോമഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ടീഷർട്ട് പോലും സ്പെഷ്യലായിട്ട് വിശക്കുന്നത് പോലൊരു തോന്നൽ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുബിനോളജിയുടെ ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ ആൾക്കാർ, പ്രേക്ഷകർ തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ സപ്പോർട്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് കാലമാണ് ഓർമ്മ വരുന്നത്. സുബിൻ എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താണ് ഇവിടെ വരെ എത്തിയ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ഒരു ഓർമ്മയിൽ വിഷ്ണു ആ ഒരു സമയത്താണ് അതിന്റെ ഒരു. അതെ, ഞാന് കോളേജ് മുതലേ നമ്മള് സുബിന്റെ കഫേയിൽ മീറ്റ് ചെയ്യാറുണ്ട്. എടപ്പള്ളിയിലുള്ള കഫേ ഡി അറേബ്യയിൽ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽ നമ്മൾ സിനിമ ഭ്രാന്ത് കയറി നടന്ന് സിനിമ കാണുന്ന സമയമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചാൻസ് ചോദിച്ച് നടക്കലും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പണിയെടുക്കുന്ന സമയങ്ങളിലും വൈകുന്നേരം ഒക്കെ വന്നിരുന്ന ചായകുടി സുലൈമാൻ കുടിച്ചിട്ടുള്ള ചർച്ചകളും ഒക്കെ ആ സമയം മുതലേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് എൻജോയ് പങ്കുവെച്ചതും കണ്ടതും നേരിട്ട് കണ്ടോണ്ടിരുന്നതാണ്. അതെന്തുകൊണ്ടാ നേരിട്ട് കണ്ടോണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ കഫേ ഡി അറേബ്യ എന്നൊരു സ്ഥാപനം ഞാൻ നടത്തുമ്പോൾ അവിടെ വൈകിട്ട് വിഷ്ണു അവിടുത്തെ ഷവർമയും അൽഫാമും ചായയും സുലൈമാൻ, നമുക്ക് ആ സമയത്ത് ഒരു സുലൈമാനി മൊഹബത്ത് എന്നുള്ള ഒരു ട്രെൻഡ് ഇറങ്ങിയ ഒരു സമയമായിരുന്നു. ആ ഒരു സമയം എക്സാക്ട് സമയമാണ് മൊഹബത്ത് എന്നൊരു ട്രെൻഡ് ഇറങ്ങിയ ഒരു സമയം. ആ സമയത്താണ് ഈ ഒരു, ഞാൻ അതിനെ മുന്നേ ലോഞ്ച് ചെയ്തിരുന്നു സുലൈമാനി, മറ്റേ മിന്റ് ലീവ്സ്. അപ്പം അതൊക്കെ അവിടെ പുള്ളി എൻ്റെ ജൂനിയർ ആയതിനാൽ നമുക്ക് എപ്പോഴും ഒരു റെസ്പെക്ട് ഉണ്ട്, ഒരു സീനിയർ എന്ന നിലയിൽ ആ ഒരു റെസ്പെക്റ്റും. അതേപോലെ നമ്മൾ അവിടെ ഇരുന്ന് അധ്വാനിക്കുന്നതും വളർന്നതും കണ്ടൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ തിരിച്ചും. അപ്പം അന്ന് തൊട്ട് നമ്മൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്തതാണ്. ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അതൊന്നുമല്ല. അതിനേക്കാൾ ഉപരി ഞാൻ ഒരു ജൂനിയർ സീനിയർ എന്ന ഒരു കോളേജ് തൊട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ കീപ്പ് ചെയ്തു. അത് ഞാൻ ക്ഷണിച്ച പാട് ഒരു മടിയും ഇല്ലാതെ വിഷ്ണു എൻ്റെ സമയം, നമ്മൾക്ക് എപ്പോഴാണ് സമയം ആ സമയത്ത് വരാന്ന് പറഞ്ഞ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. അതെ, ഇത് ഇത്ര താങ്ക് യു പറയുമ്പോ എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ ഞാനൊരു താങ്ക് യു പറയണം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആസ് യൂഷ്വൽ സൊറബറ സീസൺ 2ലേക്ക് വിഷ്ണു ഗോവിന്ദനെ നമ്മുടെ എല്ലാവിധ ആശംസകളും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ഈസിയാണ്. താങ്കൾ കുക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, പുള്ളി ഒരു ഭക്ഷണ ഭ്രാന്തനാണ്, യാതൊരു സംശയമൊന്നുമില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നോട് എന്നെ ഒരു ഇത് ചോദിക്കും. ആ ഒരു കുറച്ചും കൂടിയും ഒരു നമ്മുടെ നാടൻ ഭക്ഷണ പ്രിയനാണ്. അതേപോലെ ഭക്ഷണം ഉണ്ടാക്കും. ഇതിനോടൊപ്പം തന്നെ അഭിനയ കഥകളും അതിന്റെ കൂടെ ഡയറക്ഷനിൽ വന്ന, അതേപോലെ ഒരു ഷോർട്ട് ഫിലിം ഇവര് ഒരു വെബ് സീരീസ് തന്നെ ചെയ്തിരുന്നു, കിളി എന്ന് പറഞ്ഞത്. അതൊരു സീസൺ കഴിഞ്ഞു. അതിൽ പല താരങ്ങൾ, അജു വർഗീസ് അടക്കം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ഒരു പുള്ളിയാണ് അതിന്റെ ഡയറക്ഷൻ. അതേപോലെ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല രസമുള്ളായിരുന്നു.
അതെ, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഫാന്റാസ്റ്റിക് ഫിലിംസിന്റെ യൂട്യൂബ് ചാനലുണ്ട്. എക്സാക്ട്ലി, അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ കമന്റ്സിൽ അല്ലെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും ഒക്കെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ ഏവരും കാണുക. അതേപോലെ തന്നെ പുള്ളിയുടെ ഇനി വരുന്ന എല്ലാ പടങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കുക്കിംഗ് ബൈ വിഷ്ണു. എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും സ്പെഷ്യൽ? അത് പറയും. അല്ല, ഞാൻ ആക്ച്വലി കുക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു അസിസ്റ്റന്റ് കുക്ക്, വെരി ഗുഡ് അസിസ്റ്റന്റ് കുക്കാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ പിന്നെ ജീവിച്ചു പോകാം. ബാച്ചലറാകുമ്പോൾ എറണാകുളത്തുള്ള ഒറ്റയ്ക്ക് താമസം, ഫ്ലാറ്റ് ജീവിതം, ഇതിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ബേസിക് നമുക്ക് ജീവിച്ചു പോകാനുള്ള പരിപാടികൾ എല്ലാം അറിയാം. അതുകൊണ്ട് ജീവിച്ചു പോകാൻ വേണ്ടിയാണ് ഞാൻ ബേസിക് സാധനങ്ങൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്ത് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു സാധനമാണ് നൂഡിൽസ് ആണ് ഗൈസ്. ഇവിടെ ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. ഇറ്റാലിയൻ അലിയോ എ ഒലിവ് എന്ന് പറയും. നമുക്കറിയാവുന്നത് മാഗി നൂഡിൽസ് മാത്രമേ ഉള്ളൂ. അലിയോ ഒലിവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അലിയോ എന്ന് പറഞ്ഞാൽ ഗാർലിക് ആണ്. എന്ന് പറഞ്ഞാൽ ആൻഡ് ഒലിവ്. അപ്പം ഒലിവ് ഓയിലും ഗാർലിക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഗറ്റി. അറ്റ് ദി എൻഡ് പാർസ്ലി ആൻഡ് ചീസ് ഇട്ട് പോകണം. വളരെ സിമ്പിൾ ആണ്. Let's replace our kitchen with some healthy olive oils powered by Al Jazeera. ഇതിന്റെ പേരെന്തായിരുന്നു ഡിഷിന്റെ ഫൈനൽ? അലിയോയെ ഒലിവ്. അലിയോയെ ഒലിവ് ഞാൻ ഉണ്ടാക്കുന്ന ആരും ചോദിക്കൂല. നിങ്ങൾ കണ്ടോണ്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരുന്നത്. അതാണെന്ന് വെച്ചാല് നമ്മൾ ഈ മുട്ട റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാവുമ്പോ പിന്നെ ആരും ഉണ്ടാക്കാത്ത സാധനമാണ്. ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതായിരിക്കും. എന്തിനാന്നറിയോ, കൂട്ടുകാരുടെ ഇത് പറയുമ്പോ ഇതിന്റെ ഡിഷിന്റെ പേര് ഞാൻ മറന്നു പോയാലേ. അലിയോയെ ഒലിവ്. അലിയോയെ ഒലിവ് അല്ലേ? അലിയോ ഒലിവ്. ഓക്കെ. അത് ഞാൻ അലിയോയെ ഒലിവ് എന്തായാലും മറന്നു ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഹെൽത്തി റെസിപ്പി ആയി. ഇതെത്ര ഒഴിക്കണം? ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ തന്നെയാണ്. നമ്മൾ ഒലിവ് ഓയിൽ പലവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒലിവ് ഓയിൽ ഒരു ഇനി ഒഴിച്ചു വേണം. ഒലിവ് ഓയിൽ നന്നായിട്ട് വേണം. അപ്പൊ ഈ ഒലിവ് നമ്മുടെ, കാരണം നമ്മൾ ഈ നാട്ടിലുള്ള സാധാരണ എണ്ണകള് നമ്മൾ കുറച്ച് ഒഴിക്കും. അതിന്റെ ഒരു പേടി ഉണ്ടാവല്ലോ. അല്ല, കുറച്ച് ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം ഒഴിക്കുന്നുണ്ട് ഈ ഓയിൽ. കുറച്ച് ആദ്യം ഒഴിക്കും, അതിനുശേഷം ഒരു 3-4 പ്രാവശ്യം കൂടി കുറച്ച് ഒഴിക്കും. ഇതാണ് നാട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടി. സുൻപ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതേവരെ ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം, ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ചോദിക്കാൻ പറ്റിയ സമയം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കുക്കിംഗ് പാഷൻ? നിങ്ങൾ വെറുതെ യൂട്യൂബ് ചാനലിന് വേണ്ടി തുടങ്ങിയ പരിപാടിയല്ല എന്നുള്ളത് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടി കണ്ടാൽ മനസ്സിലാവും. ഇത് അബ്സല്യൂട്ട് പാഷൻ തന്നെയാണ്, യാതൊരു സംശയമൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ പോയൊരു ചോദ്യമാണ്, അത് അതിന്റെ മുന്നേ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ഓഫ് ദ ഫ്ലെയിം ഓൺ ദ ഫ്ലെയിം ഞാൻ ചെയ്യാണ്. അധികം ചൂടാവരുത്, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ദ ഫ്ലെയിം ഇത് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് നമുക്ക് ഇടാം, മിക്സ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യം ഗാർലിക്, ഒലിവ് ഓയിൽ, പിന്നെ ഗാർലിക് ഡിഷ് എന്ന് വെച്ചാൽ 5-10 മിനിറ്റ് ഉണ്ടാവും. വളരെ സിമ്പിൾ. ഓൾറെഡി ഇട്ടോളൂ, കുഴപ്പമില്ല. അയ്യോ ഇല്ല പോയില്ല ഗൈസ്, അത് കുഴപ്പമില്ല. നോ പ്രോബ്ലം ഗൈസ്, എവരിതിങ് അണ്ടർ കൺട്രോൾ ഗൈസ്. ആരും പേടിക്കണ്ട, ഓടിക്കോ എന്ന് പറയുന്ന പോലെയാണ്. ഇതാണ് കുറച്ചുകൂടെ ഒരു തിക്കൊരു ഇത് വരും അല്ലേ? തിക്കിന്റെ അല്ല, ജസ്റ്റ് ഇത് എന്ന് വെച്ചാൽ ഒരു ഇതിന്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ, വേറെ ഒരു സാധനവും ഇല്ല. ലാസ്റ്റ് പാസ്ലി ആഡ് ചെയ്യും. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്, അതുകൊണ്ടാണ് അതങ്ങനെ. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് പെട്ടെന്ന് ഏതാ, ഞാൻ ക്യുസാറ്റിൽ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ അറബിക്ക് കിട്ടുന്ന ഒരു 2 സ്ഥലങ്ങള് ആ സമയത്ത് അവിടെ ഒരു ഒത്തന്റിസിറ്റി എനിക്ക് ഫീൽ ആയിട്ടില്ല. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ ഉമ്മ എന്നെ കൊണ്ട് കിച്ചണില് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കാറുണ്ട്.
ഫോർ എക്സാമ്പിൾ ഒരു ഫിഷ് കട്ട് ചെയ്യുന്നതും അതൊക്കെ ചിലപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എന്ത് പക്ഷെ ഒരു NRI സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഞാൻ 1990s കഥ പറയാണ്. ഒരു 1994, 95 ഈ ഒരു സമയത്തൊക്കെ ഒരു NRI പയ്യൻ ഒരു കിച്ചണിൽ കയറി ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പൊ പൊതുവെ നമുക്ക് അങ്ങനെ ഒരു ലേബിളും ഉണ്ട് നാട്ടിൽ വന്നാലും. NRI അല്ലേ, റിച്ച്, ഗൾഫ്, ഇങ്ങനെ ഒരു ടാഗിനെ കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ഉമ്മ ചെറുപ്പം തൊട്ടേ ഒരാൾക്ക് ഓരോ സെക്ഷനാണ്. എനിക്ക് കിച്ചണിൽ ഇങ്ങനെയുള്ള പണികൾ, എന്റെ ജ്യേഷ്ഠനുണ്ട് ഏട്ടൻ, പുള്ളിക്കാരൻ ക്ലീനിങ് ഷോക്കേസ് ഒക്കെ ക്ലീൻ ചെയ്ത് നോക്കും. ഞാൻ കിച്ചണിൽ ഇങ്ങനെ കൊഞ്ചന്റെ തൊലികളാണ്, പ്രോൺസ് നമ്മുടെ കൊഞ്ചെന്ന് വിളിക്കാറ്. അപ്പൊ അതിന്റെ തോല് അതൊക്കെ വലിയ പണിയാണ്. ഈ തോല് കളയില് അതിന്റെ ഇടയിൽ കൂടുതൽ ഒരു അറപ്പും വെറുപ്പൊക്കെയാണ്. പിന്നെ നാറ്റും പോവില്ല, ഈ മീനൊക്കെ പെട്ടെന്ന് പോവില്ല. ചിക്കൻ ക്ലീൻ ചെയ്യാ, മട്ടൺ ക്ലീൻ ചെയ്യാ, പക്ഷെ നമ്മൾ കല്ലുമുക്കൈന്റെ നമ്മൾ കളയാറില്ല. നമുക്ക് കക്കറച്ചി, നമുക്ക് കല്ലുമുക്കയ്യ അപ്പം നമ്മൾ അതിന്റെ ഇറച്ചി ഇത് കളയാറില്ല. നമ്മളത് ഫുള്ള് ആയിട്ട് കഴിക്കുമ്പോ അത് എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ. അങ്ങനെ അവിടെ നിന്നാണ് എന്റെ ഒരു പരിപാടിയിലേക്ക് പോയത്. അത് അപ്പം അതിന്റെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ഈ ബേസിക് കാര്യങ്ങൾ അറിയാം. ഒരു വീട്ടിലിപ്പോ ഉമ്മ ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടും ഇത് കാണുന്നുണ്ട്. എന്റെ ഉമ്മ ഇതൊക്കെ ചെയ്യുന്നത് എന്നെ കൊണ്ട് കട്ടിയിപ്പിക്കും. പൊട്ടേറ്റ് കട്ട് ചെയ്ത് സ്റ്റൂ ഉണ്ടാക്കുന്ന പൊട്ടേറ്റ് കട്ടിയും ക്യാരറ്റ് കട്ടിയും സാലഡ്സ് ഉണ്ടാക്കി അതൊക്കെ കട്ട് ചെയ്ത് വെപ്പിക്കും. എല്ലാം ഫൈനൽ ഷെഫ് ഉമ്മയാണ്, വേറെ വിഷയം. അപ്പൊ ഒരു ബേസിക് ഇത് എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയ. അപ്പൊ ഇതിലേക്ക് ഈ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കുക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ള ഒരു ഇത് എപ്പോഴാണ് കുക്ക് ചെയ്ത് നോക്കാന്നുള്ളൊരു ഇത്. ഇപ്പം ഉമ്മ എന്നെ കൊണ്ട് പൂരി ചുടിപ്പിക്കും, സ്റ്റൂ ഇടക്കൊക്കെ ഉമ്മ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും, നൂഡിൽസ് ഉണ്ടാക്കിപ്പിക്കും, ഓംലെറ്റ്, ഇതൊക്കെ ഉമ്മ എന്നെ ഉണ്ടാക്കിപ്പിക്കുമായിരുന്നു. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് അപ്പോഴുണ്ട്. ഇപ്പൊ നമുക്ക് ഫുഡ് വേണമെങ്കിൽ, ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു ഇത്. നമ്മളങ്ങനെ കിച്ചണിൽ കയറി അയ്യോ ഉമ്മ വെച്ചേക്കുന്ന പോലെ കിച്ചൺ പഴയ പോലെ ആക്കി വെക്കണം. അയ്യോ അത് വലിയൊരു വിഷയമാണ്. അത് വലിയൊരു വിഷയമാണ്. ഇവര് ചെയ്യുന്ന പോലെ. പിന്നെ ഞാൻ ഈ ഷെഫിന്റെ കോഴ്സ് ചെയ്തപ്പോൾ അവിടെ നിന്നാണ് ക്ലീൻ ഓൺ ദ ഗോ എന്നൊരു കോൺസെപ്റ്റ് ഞാൻ പഠിച്ചത്. നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഈ ഡിഷ് ഫുള്ള് ഇപ്പൊ ഓൾറെഡി ക്ലീൻ ചെയ്ത് ഓൾറെഡി അവർ വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഉമ്മ ചെയ്യുന്നത്. അപ്പൊ ഉമ്മയുടെ വണ്ടേ ചെയ്യുന്നുണ്ട്. ഈ 5 സ്റ്റാറിലും 7 സ്റ്റാറിലൊക്കെ ചെയ്യുന്ന കാര്യം ഉമ്മക്ക് വണ്ടേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്റെ തലക്ക് ഇത് കയറിയത്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോൾ ക്യുസാറ്റിൽ പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു അറബിക് ഫുഡ് കിട്ടാത്തൊരു സമയമായപ്പോൾ ഞാൻ എന്റെ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായി. ഒരു അറബിക് ഫുഡ്, ഒത്തന്റിക് അറബിക് ഫുഡ് അവിടെ കിട്ടാൻ. അത് നിങ്ങൾ ഇത്ര നാളെ ഷാർജയിലല്ലേ? ഞാൻ 25 വർഷത്തോളായി. ഞങ്ങൾ ഇന്ന് ഷൂട്ടിന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുമ്പോഴത്തേനും കാറിലിരുന്ന് പറയുന്നത് 25 കൊല്ലമായി. ഞാൻ 25 വർഷമായി ഇവിടെ UAE. അപ്പം ബട്ട് എൻ്റെ എല്ലാ ജീവിതത്തിന്റെയും ഒരു വലിയൊരു മാറ്റം എനിക്ക് വന്നതും ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയത് യാതൊരു സംശയമില്ലാതെ അപ്പൊ അതാണ് നമുക്കറിയേണ്ടത്. നിങ്ങളുടെ ആ ഒരു ജീവിതം, നിങ്ങൾ എപ്പോഴാണ് ആ ഒരു ചേഞ്ച് വന്നത്? നിങ്ങളുടെ ഏറ്റവും ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ആസ് എ ജൂനിയർ അല്ല, ആസ് എ സിനി ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ. അത് സത്യമാണ്. നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് ഒരു പ്രേക്ഷകരുടെ മുന്നിൽ നിങ്ങളിപ്പോ ഈ സുബിനോളജി സൊറബർ എന്നൊരു സീരീസ് നിങ്ങൾ നിൽക്കുന്നത് ഒരു സിനി ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ്. ആ ഒരു സിനി ആർട്ടിസ്റ്റില് ആ ഒരു ചുവട് നിങ്ങൾക്ക് എപ്പോഴാണ് ആ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം ഏതായിരുന്നു? എനിക്ക് ആക്ച്വലി എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, ലിറ്ററലി ഇല്ലായിരുന്നു. ഞാൻ കേവിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ കൂടുതൽ അക്കാഡമിക്സും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ഇതില്ലായിരുന്നു. അതായത് നമ്മള് നാടകം, തിയേറ്റർ കാര്യങ്ങളിലേക്ക് ഒരു എക്സ്പോഷർ ഇല്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ ചെയ്താണ് അഭിനയം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിയുന്നത്. അപ്പൊ ഞാൻ സ്കൂളിങ് കഴിഞ്ഞിട്ട് നമ്മള് കോളേജായിട്ട് നമ്മൾ ക്യുസാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ക്യുസാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ക്യുസാറ്റ് യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ കോളേജും യൂണിവേഴ്സിറ്റിയും രണ്ട് കൾച്ചറിൽ പോകുന്ന രണ്ട് ലൈഫൊക്കെ ഉള്ള ഒരു സാധനമാണ്. കോളേജ് പോലല്ല യൂണിവേഴ്സിറ്റി ഇങ്ങനെ കിടക്കാണ്. അതുകൊണ്ട് നമുക്ക് കിടക്കാണ്. അപ്പൊ കുറെ ബ്രാഞ്ചസും ഡിപ്പാർട്ട്മെന്റ്സും കുറെ ആൾക്കാരും അവരെയൊക്കെ പരിചയപ്പെടാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ശക്തമായ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന
സമയമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയം. ഞാൻ പഠിക്കുന്നത് നമ്മളുണ്ടായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നാടകം, സൗത്ത് സോൺ, നാഷണൽ ഒക്കെ. അങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടം മുതൽ സിനിമ കാണുന്ന ശീലം ഉണ്ടായിരുന്നു. അതായത് സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും കാണുക, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുക എന്നൊക്കെ ഉള്ള ഒരു പരിപാടികൾ ഉണ്ടായിരുന്നു. ഇത് പറ, ഇതെന്തായിരുന്നു? ഇതാണ് നമ്മുടെ ചീസ്. ചീസ് ഇടുകയാണ് നമ്മള്. ഫസ്റ്റ് ഒലിവ് ഓയിൽ, അത് കഴിഞ്ഞിട്ട് ഗാർലിക് ഇട്ടു, പിന്നെ അത് കഴിഞ്ഞ് നമ്മള് നൂഡിൽസ് ഇട്ടു, പിന്നെ സ്റ്റോക്ക് ഇട്ടു, പിന്നെ ഇപ്പൊ ചീസ് അല്ലേ. നമ്മൾ കഴിഞ്ഞു, ആക്ച്വലി ഡിഷ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ മുകളിൽ ലാസ്റ്റത്തെ നമ്മുടെ പാർസലിംഗ് കൂടെ ഇട്ടു, ഡിഷ് ഇതായിരിക്കുകയാണ്. ഇതിപ്പോ ഈ നമ്മുടെ നാട്ടിൽ ഈ വീട്ടില് വൈകുന്നേരം കപ്പയും കുറച്ച് ആൾക്കാർ റെഡിയാക്കുന്ന പോലെ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷ്. നമ്മൾ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒലിവ്സ് ഇടാം. അതെ അതെ, ഇറ്റലിയിലെ അമ്മമാര് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെ, വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം. അപ്പൊ അങ്ങനെ എന്നിട്ട് ഞാനപ്പോ കുസാറിൽ വന്നിട്ട് നമ്മുടെ തിയേറ്റർ ടീമിന്റെ അടുത്ത് പോയി ഒരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിനങ്ങനെ എന്തോ ഭാഗ്യത്തിന് അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ കയറി നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി തിയേറ്റർ ടീമിന്റെ കൂടെ കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പോക്കായിരുന്നു. അവരുടെ എല്ലാ നാടകങ്ങളിലും നമ്മൾ യൂണിവേഴ്സിറ്റിനെ പ്രതിനിധീകരിച്ച് സൗത്ത് സോൺ പോവാ, നാഷണലിൽ പോവാ, അങ്ങനെ നാടകങ്ങള്. പിന്നെ നമ്മുടെ നാടക ടീമിന് എറണാകുളത്ത് നല്ലൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നു വേറെ കോളേജുകളിലൊക്കെ. നമ്മൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്ലേ ചെയ്യായിരുന്നു. അപ്പൊ നാടകമായിരുന്നു നമ്മുടെ എല്ലാത്തിന്റെ ഒരു സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് കുസാറ്റിൽ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നേരെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഒറിഗാനോ നമുക്ക് ഇടാം. അതെയോ? അങ്ങനെ എന്നിട്ട് പിന്നെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിന്റ് ആയി. അങ്ങനെ എനിക്ക് 2015 ആദ്യമായിട്ട് ഞാൻ അമൽനീരത്തിന്റെ യോന്റെ ദിവസം എന്ന് പറഞ്ഞ നടന്നത്. അതെ അതെ, ഓഡീഷൻ വഴി എനിക്ക് അതിൽ കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൽ തന്നെയായിരുന്നു, ക്യാമറയുടെ ബാക്കിൽ തന്നെയായിരുന്നു. എന്നിട്ട് 2017 മെക്സിക്കൻ അപാരത സംഭവിക്കുന്നത്. അപ്പൊ മെക്സിക്കൻ അപാരതയുടെ ഡയറക്ടറിന്റെ പുള്ളി ആഡ് മേക്കറായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഈ ആഡ്സിലൊക്കെ പുള്ളിയുടെ കൂടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്, അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞടാ ഇതിൽ നിനക്ക് പറ്റിയൊരു പരിപാടി. അപ്പൊ പുള്ളിക്ക് എന്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പൊ ഞാൻ ആക്ച്വലി മെക്സിക്കനിൽ ക്യാമറയുടെ ബാക്കിൽ നിൽക്കാനൊക്കെ ഉള്ള ഒരു പ്ലാനിലായിരുന്നു ഇരുന്നത്. പക്ഷെ പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞാൽ നീ ഇതിൽ ഈ പരിപാടി ചെയ്യണം, ഈ ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. കാരണം ആ ക്യാരക്ടർ ടോമെന്നാണ് പുള്ളിയുടെ. ടോമേനെ എഴുതിയ ടോമേന്റെ കോളേജ് ലൈഫിൽ നിന്ന് ഉള്ള ഇത് വെച്ചിട്ടാണ് പുള്ളി എഴുതിയത്. അപ്പൊ പുള്ളിയുടെ ആ ജോമി എന്ന് പറഞ്ഞ പുള്ളിയുടെ ഫ്രണ്ട് ഒറിജിനൽ റിയൽ നെയിമാണ്. ജോമിക്ക് എന്നെ പോലെയാണ് ഇരിക്കുന്നത്, കുറച്ച് തടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം പറഞ്ഞാൽ ജോമിയുടെ അതേ ലുക്കാണ് നിനക്ക്, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്, അപ്പൊ നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെക്സിക്കൻ അപാരതയിൽ ഞാൻ അഭിനയിക്കുന്നത്. പടം ഇറങ്ങി, പടം സക്സസ്ഫുൾ ആയി, ക്യാരക്ടർ നോട്ടീസ്ഡായി. പിന്നെ അങ്ങോട്ട് നമുക്ക് വരാൻ വന്നു. അങ്ങനെ പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി, പുള്ളിയാളൻ 2, അങ്ങനെ ഇങ്ങോട്ട് ദൈവം സഹായിച്ച് കുറെ പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അതെ, ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി അങ്ങ് ഉണ്ടാവട്ടെ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായും അതെന്തായാലും പ്രേക്ഷകരുടെ ഇപ്പൊ എനിക്കായാലും ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഏത് പടമായാലും നമ്മൾ കാണുമ്പോൾ. അപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാടകം കളിച്ച് പണ്ട് കട്ടനൊക്കെ വലിച്ചോണ്ടിരുന്ന കോളേജ് കുസാറില് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇത്. നമ്മള് പ്രൊമോഷൻ, ഈ മെക്സിക്കന്റെ പ്രൊമോഷനായിട്ട് ഞാനും നീരജ് മാധവും അവിടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ വലിയ ഫംഗ്ഷനാണ് നമ്മുടെ സർഗം എന്ന് പറയുന്നത്. അപ്പൊ മറക്കാൻ പറ്റില്ല. അപ്പൊ അതില് പണ്ട് കൊച്ചിൻ ഹനീഫ ഞാൻ പഠിക്കുന്ന സമയത്ത് പുള്ളി നമ്മുടെ ആർട്സ് ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് കൊണ്ടുവന്നത്. അതെ, കൊണ്ടുവന്നത്. കൊച്ചിൻ ഹനീഫ എന്ന് വെച്ചാൽ എന്റെ തറവാട്ടിലെ വാളിയേക്കൽ തറവാടാണ്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു, തറവാടിന്റെ ഒരു എപ്പിസോഡൊക്കെ ഞാൻ ചെയ്തിരുന്നു. നമ്മുടെ പിയാപ്പിളയാണ്. ഓ ശരി ശരി ശരി. അപ്പം പുള്ളിക്കാരനും എന്റെ ഫാദറും ഭയങ്കര ഫാദർ ഇല്ല, ഫാദർ മരണപ്പെട്ടിട്ട് 2 വർഷമായി. അപ്പൊ ഞാൻ എന്റെ ഫാദറിന്റെ ലേബിളിലാണ് മഷൂദിന്റെ മകനാണ്. ഓക്കെ, വരാം, ഒരു കുഴപ്പമില്ല. ഞാനന്ന് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ, അപ്പൊ ഞാനായിരുന്നു ആ സൈഡിൽ കട്ടന്റെ താഴെ നിന്നിരുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ കൊച്ചിനെ സംസാരിക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയിരുന്നെങ്കിൽ. അന്ന് നമ്മളൊന്നും ഡ്രീം പോലും ചെയ്തിട്ടില്ല കേട്ടോ. പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൊച്ചിനെ സംസാരിച്ചുകൊണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നു എന്ന് ഞാൻ അന്ന് പറയുമായിരുന്നു എന്നൊക്കെ ഞാൻ നിന്ന് ചിന്തിച്ചു. എന്നിട്ട് ഈ സ്റ്റേജിൽ വെച്ച് ഞാനിത് പറയുന്നത്, പണ്ട് കൊച്ചിനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ
ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് അന്ന് പല സർക്കാർ ഞാനുള്ള സമയത്ത് ഞാൻ ആ ഇത് പാനലിൽ തന്നെ ഉണ്ടായിരുന്നു, പാനലിൽ ഞാൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഗാർഡ്സിന്റെ പാനലിൽ തന്നെ മൊത്തത്തിൽ. അത് ഭയങ്കര ഒരു മറക്കാനാവാത്ത ഒരു ഇതാണ്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോലുമില്ല. അത് മറ്റേ പട്ടത്ത് പറയുന്നത് പറയുന്ന പോലെ പടച്ചോന ആള് വല്ലാത്തൊരു ആളാണ്. നമ്മൾ മറന്നുപോയെങ്കിലും പുള്ളി അത് റെഡിയാക്കി തരുമെന്ന് പറയുന്ന പോലെ അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അന്നത്തെ ആർട്സും നമ്മൾ സിനിമ കയറിയത് പോലെ. അപ്പൊ അത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന പടത്തിൽ നടക്കുന്ന സീനായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കോളേജ് ലൈഫ്? ഹൃദയം ആക്ച്വലി ഹൃദയം നമ്മുടെ അതേ സെയിം ടൈം ലൈനിലായിരുന്നു അല്ലേ? ആ പടത്തിന്റെ ഇയർ പറയുന്ന ഇതാണ്. എനിക്ക് ആ സമയത്ത് കോളേജിലുള്ള കുറെ ചെന്നൈ ലൈഫാണല്ലോ അവർ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് റിലേറ്റബിൾ പരിപാടികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുറെ കൂട്ടുകാർ ആ സമയത്ത് ചെന്നൈയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എടാ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ ഈ ട്രെയിൻ യാത്രയും പരിപാടിയും ഒക്കെ ഉള്ളത്. പിന്നെ പ്രണയം പരിപാടികൾ തുഷാരിൽ നമുക്ക് നാടകം തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല. ശരി പറഞ്ഞ അവിടെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഈ തുഷാരിലെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് കിട്ടില്ല. മറ്റേ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്യാപ്പേ ഇല്ല. കുറെ പണി നമ്മുടെ സഹാക്കളെ ഏൽപ്പിക്കും. രാവിലെ തൊട്ട് ഓരോ പണി ഏൽപ്പിക്കും. അതുകൊണ്ട് ഗ്യാപ്പ് കിട്ടാറില്ല. അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രേമിക്കാനുള്ള സമയം കിട്ടില്ല എന്നാണ്. എന്റെ കച്ചവടത്തിൽ ഭയങ്കരമായിട്ട് യൂസ് ആയിരുന്നു നമ്മുടെ ആ ഒരു റിലേഷൻ. നമ്മൾ ഈ നടത്തി പരിചയവും ആൾക്കാരായിട്ട് സംസാരിക്കാനും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയാളം തന്നെ എന്റെ ഞാൻ പഠിച്ചത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ എറണാകുളത്ത് വന്നതോടെ ഞാൻ എന്റെ തലശ്ശേരി മലയാളമായിരുന്നു. വേമ്പാ വേങ്കി പോവാ ആടെ പോവാ ഈടെ പോവാ ഈടുന്ന് അങ്ങോട്ട് വരാ അങ്ങോട്ട്. സോ അത് എന്ന് വെച്ചാല് ആർക്കും മനസ്സിലാത്തൊരു ഒരു സാഹചര്യമായിരുന്നു. പിന്നെ നമുക്ക് പൊതുവെ ഒരു പേര് ദോഷം അവിടെ ഉണ്ട്, NRI. നമ്മളവിടെ വന്ന് ഫുള്ള് ജീൻസും വി കൂപ്പറിന്റെ ഇതൊന്നും നമുക്ക് അവിടെ ഒരു ആർക്കും ദഹിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ അനുഭവിച്ച് നമ്മളെ നേരെ ചൊവ്വയാക്കി കൊണ്ടുവന്നത് ഒരു തനി നാട്ടുകാരനാക്കി കൊണ്ടുവന്ന് നമ്മുടെ. അപ്പൊ ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ നമ്മുടെ ഡിഷ് ആയിരിക്കാണ്. അടിപൊളി. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ ഡിഷ് റെഡിയാണ്. ഈ നമ്മൾ ഈ കുക്കിങ്ങിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്ലേറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ അല്ലേ? അതില്ല മൊത്തം ഇടണം. മൊത്തം എനിക്ക് തോന്നുന്നില്ല അവർക്ക്. അതുപോലെ ഇട്ടത് മതി, കുഴപ്പമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ് ഇത്. ഏത് സമയവും ഇറ്റലി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇറ്റലി കൊണ്ടുവരാൻ കഴിയും. വീട്ടിൽ തന്നെ ഇറ്റലിയെ കൊണ്ടുവരാം. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഒരു ഇറ്റാലിയൻ ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ? നമ്മള് മറ്റേ ഇത് പറയുന്ന പോലെ ഇത് എനിക്ക് തോന്നിയതെന്ന് അറിയോ, നമ്മൾ ഈ നാട്ടിൽ ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നൂഡിൽസിലൂടെ കുറെ സോസൊക്കെ ഒഴിച്ചിട്ട് അതൊക്കെ നമ്മൾ കഴിക്കുള്ളൂ. ഇതാണ് ഇവിടെ കുറച്ച് ചീസും അതും നോക്കിയിട്ട് വേറെ ഇത് അടിപൊളിയുണ്ട്. അടിപൊളി എന്നുവെച്ചാല് ഒരു ഏത് ഫുഡായാലും ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബേസിക് 4 ഫ്ലേവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ്, സോൾട്ട്, ഫാറ്റ്. നെറ്റ്ഫ്ലിക്സിൽ ഒരു ഷോ ഉണ്ട് അല്ലേ? ആസിഡ് ഫാറ്റ് സോൾട്ട് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. യെസ് എക്സാക്ട്ലി. ഇത് 4 ഫ്ലേവേഴ്സ് ആണ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. എക്സാക്ട്ലി ആ ഒരു ഷോ നിങ്ങൾക്ക് ഏവർക്കും നെറ്റ്ഫ്ലിക്സിൽ ഈ ഷോ ഉണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പലതും ഫുഡിനെ കുറിച്ച് പഠിക്കാൻ പറ്റാം. അപ്പം നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ ഫുഡിലേക്ക് പോകുമ്പോൾ കുറേ സ്പൈസസും ഫ്ലേവേഴ്സും കൂടുതലാണ്. നമ്മളെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരേണ്ട എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു തലച്ചോറ് വെച്ചാൽ നമ്മുടെ ഈ സെൻസിലേക്ക് പോകേണ്ട ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലാണ് പല ഫ്ലേവേഴ്സും ശരിക്കും പറഞ്ഞാൽ. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ
എനിക്ക് കൂടുതൽ ഇഷ്ടം ഇന്റർനാഷണൽ ഫുഡാണ്. അറബിക്, മിഡിൽ ഈസ്റ്റേൺ, എനിക്ക് ഇന്റർനാഷണൽ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. ഒരു ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ഫ്ലേവർ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ ഈ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ല, ഈ ഇത്ര സാധനം ഇട്ടപ്പോ തന്നെ വേറൊരു ഇതായി. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ബീഫിന്റെ വേണമെങ്കിൽ ബീഫിന്റെ സ്റ്റോക്ക് ആഡ് ചെയ്യാം, ഫിഷിന്റെ സ്റ്റോക്ക് വേണമെങ്കിൽ ഫിഷിന്റെ സ്റ്റോക്ക് ചെയ്യാം. പക്ഷെ ദിസ് ആലിയോ ഡേ ഒലിവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ബേസിക് ഡിഷ്, ഏറ്റവും ചീപ്പസ്റ്റ് ഡിഷാണ്. എക്സ്പെൻസീവ് അല്ലാതെ ഉണ്ടാക്കേണ്ട, ഭയങ്കര ഫീലിംഗ് ആണ്. അതാണ് വേറൊരു കാര്യം, പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതിലേക്ക്. സോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഡിഷ് എല്ലാം ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യുസാറ്റ് എന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത്, ഞാൻ തോന്നുന്നു 2011 തൊട്ട് ഇപ്പൊ ഞാൻ തോന്നുന്നു ഇപ്പൊ 11 വർഷത്തെ നിങ്ങളുടെ ഒരു മൂവി മലയാളം ഇൻഡസ്ട്രിയിൽ നിങ്ങളിപ്പം എവിടെയാണ്? ഞാൻ അങ്ങനെ ഞാൻ 13 കൊല്ലം എന്ന് പറഞ്ഞാല് എനിക്ക് ബ്രേക്ക് കിട്ടിയത് 2017-ലാണ്. അതിനു മുമ്പ് ക്യാമറയുടെ ബാക്കിലും പരിപാടി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഞാൻ എന്നെ തന്നെ നോക്കി കാണുമ്പോൾ ഹാപ്പിയാണ് ലിറ്ററലി. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ മെക്സിക്കനിൽ പോലും ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കാൻ വന്ന ആളാണ്. നമ്മൾ ആക്സിഡന്റിലാണ് എൻ്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് പുള്ളി വേണം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരുന്ന പ്രൊജക്റ്റുകളും പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമല്ലോ. അത് വലിയൊരു സാധനമാണ്. നമ്മൾ നമ്മുടെ ഹാർട്ട് ഇട്ട് നമ്മളൊരു ഡിഷ് ഉണ്ടാക്കി അത് കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എൻ്റെ ഹാർട്ട് ഇട്ടിട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ വലിയ കഷ്ടപ്പെട്ട് അഭിനയിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇത്ര പെയിൻ എടുത്തു ഉറക്കളച്ച് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു ഇത് ആൾക്കാർ കണ്ടിട്ട് എന്തോന്നറ ചെയ്ത് വെച്ചേക്കുന്നത്. അതിലാണ് നമ്മൾ പറയുന്നത് ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ചെയ്യണം ഓരോ കാര്യങ്ങൾ. എന്താണ് മാർക്കറ്റിൽ ട്രെൻഡ്, ആ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഈ പടം പോലും മിന്നൽ മുരളി ഒരു ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയാളം ഇൻഡസ്ട്രിയിലും ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും അങ്ങനെ ഒരു പടം ഇറങ്ങുന്നത്. ഒരു സൂപ്പർ ഹീറോ ഇങ്ങനെയുള്ള ഒരു പടം. അപ്പൊ ഇത് ചിലപ്പോ അടുത്തൊരു പടം ഇതേ സ്റ്റൈലിൽ ചെയ്തിറങ്ങിയാൽ വർക്ക്ഔട്ട് ആവണമെന്നില്ല. അതാണ് നമുക്ക് ഇതൊരു ഇങ്ങനെ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഇങ്ങനെ വേറെ ഓരോ രീതിയിലും മാറിക്കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ കോമഡി എന്നൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് അഭിനയിച്ച് ഫലിപ്പിക്കാനൊക്കെ പാടുള്ള പരിപാടി. അപ്പം കാരണം ആൾക്കാർ ചിരിച്ചില്ല ഫുള്ള് കഴിഞ്ഞു. അത് മാത്രമല്ല ടൈമിംഗ്, എക്സ്പ്രഷൻ, ഡയലോഗ്സ്, അത് മാത്രമല്ല ഇവിടെ ഇപ്പം ആൾക്കാർ നമ്മുടെ മലയാളികൾ തന്നെ, മലയാളം ഇൻഡസ്ട്രിയിലെ ആൾക്കാർ തന്നെ ഈ കോമഡി പോലും ഒരു പോയിന്റ്, ഒരു പീക്ക് പോയിന്റിലേക്ക് എത്തിച്ചു. അതിനേക്കാളും നല്ലതായിരിക്കണം സുരാജ് വെഞ്ഞാരോട് അപ്പൊ അതിന്റെ അപ്പുറം കടന്നു പോകണം ഇപ്പത്തെ വരുന്ന തലമുറയും ഇപ്പത്തെ വരുന്ന അഭിനേതാക്കളും നമ്മൾ അതിന്റെ അടുത്ത് എത്താനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ പോലും എത്താൻ പറ്റിയിട്ടില്ല. എനിക്ക് അജു വർഗീസിന്റെയും ഭയങ്കര ഇഷ്ടമാണ്. ആ ടൈമിങ്ങും ഓരോ റിയാക്ഷൻസും എക്സ്പ്രഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് നമുക്ക് പിന്നെ വർക്കുകൾ വന്നത്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ഏറ്റവും വലിയ ആഗ്രഹവും ഒക്കെ. ഇനിയും മുന്നോട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നമ്മളിവിടെ നിർത്തുകയല്ല, കളി തുടങ്ങാൻ പോണേ ഉള്ളൂ. We are heading to the Sorabara season 2 Sweep Round powered by Al Jazeera Oil. അപ്പൊ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓരോരോ വ്യക്തികൾ, നമ്മളെ അതിഥികൾ ആരാണ് ഇവിടെ പങ്കുചേരുന്നത് അവരുടെ ജീവിത നമ്മൾക്കറിയാവുന്ന രീതിയിലുള്ള നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. റാപ്പിഡ് റൗണ്ട് ആണ്. നിങ്ങൾ സമയവും കാര്യങ്ങളൊന്നും എടുക്കരുത്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തീർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് കോഴ്സ് പോകുമ്പോൾ നമുക്ക് മാത്രമേ അറിയൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ പക്ഷേ അവിടെ മുന്നിൽ സാറ് ചോദിക്കുമ്പോൾ, ടീച്ചർ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഉത്തരവുണ്ട്. നമ്മളെല്ലാത്തിനും വരുന്നില്ല. പക്ഷെ നമ്മളൊക്കെ പാസ്സാക്കി എടുക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ റൗണ്ടും. അല്ല, അവര് പാസ്സാക്കി വിടും. വയ്യ ശല്യം. ഇങ്ങനെ
അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. എന്തായാലും അതൊന്നും മറക്കാൻ പറ്റാത്തൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു. എന്നാലും ചോദ്യങ്ങൾ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യം, അവസാനം കണ്ട ഏറ്റവും നല്ല ഒരു വെബ് സീരീസ്? അവസാനം കണ്ട ഏറ്റവും നല്ല വെബ് സീരീസ്, വെബ് സീരീസ് കുറെ ഉണ്ട് കേട്ടോ. ഉണ്ട്, അവസാനം കണ്ട ഏറ്റവും നല്ലൊരു വെബ് സീരീസ് ചോദ്യത്തിനോട്. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് മണി ഹൈസിന്റെ കൺക്ലൂഷൻ സീസൺ ഉഗ്രനാണ്. മണി ഹൈസ് ഉഗ്രനാണ്. കാരണം അതിന് മുമ്പത്തുള്ള സീസണുകൾ അധികം ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ട് ലാസ്റ്റ് വന്നത് ഉഗ്രനായതുകൊണ്ട് നമ്മളത് പറയുന്നത്. വേറെ ഇഷ്ടംപോലെ വെബ് സീരീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഞാനെനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോൾ അന്ന് പറഞ്ഞു. നിങ്ങളൊരു പടം കണ്ടതിന് ശേഷം നിങ്ങൾ ആ പടം ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിരുന്നെങ്കിൽ തോന്നിയൊരു പടം? കണ്ടിട്ടിങ്ങനെയുണ്ടോ? പ്രേക്ഷകരോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക്, ഒരു പുസ്തകം? ബുക്ക് സാപ്പിയൻസ്. നമുക്ക് നമ്മള് മറ്റേ ലേൺ അൺലേൺ ആൻഡ് റീലേൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് വായിക്കുക. ചുമ്മാ വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ, നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കഠിനമായ ഒരു കാര്യം നിങ്ങൾ അനുഭവപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് ഒരു ടഫസ്റ്റ് തിങ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം ഈസി ഗോ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പക്ഷെ അതൊക്കെ നമ്മളിപ്പോൾ ഓവർകം ചെയ്തു. പക്ഷെ നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഇല്ലാതെ നമുക്കൊരു പ്രൊജക്ട് ഓൺ ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു കുറെ നാളെ. ഇൻഡിവിജ്വൽസ് അത് തന്നെ. അപ്പൊ നമുക്ക് ഇന്ന ആടെ ഡേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രൊഡ്യൂസർ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന ആടെ ഡേറ്റ് വേണം. ഇന്ന ആളല്ല, ആർട്ടിസ്റ്റുകളുടെ സാറ്റലൈറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനെ നമ്മളൊരു 2019 ഒക്കെ കഴിഞ്ഞപ്പോൾ അതിനെ ഓവർകം ചെയ്തു. ഇപ്പൊ നമ്മൾ ക്യൂൻ പോലത്തെ സിനിമ, തണ്ണീർമത്തൻ, ഓപ്പറേഷൻ ജാവ, കണ്ടന്റ് പരിപാടിയിലേക്ക് ഇപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ പണ്ടൊക്കെ ആണെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒക്കെ ആലോചിക്കുമ്പോഴും നമുക്ക് അവരുടെ ഡേറ്റ് ഒക്കെ നമുക്ക് എപ്പോൾ കിട്ടാറുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അത് ഭയങ്കര കാരണം ഞാനൊക്കെ കയറിയ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ മെക്സിക്കൻ ഒക്കെ ചെയ്യുന്ന സമയത്തും ടോബി ഈ പറയുന്ന പോലെ ടോബി നീരജ് ആ സമയത്ത് അവന്റെ കോമഡി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നീരജ്. ടോബി ഈ പറയുന്ന പോലെ ടോബിയുടെ തൊട്ടു മുമ്പത്തെ പടം ഗപ്പി തിയേറ്ററിൽ ആരും കണ്ടിട്ടില്ല. ടോബി ആദ്യമായിട്ട് ഹീറോ ആവുന്ന പരിപാടി. അപ്പം നമ്മൾ ആ മെക്സിക്കൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായ ഒരു പരീക്ഷണങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ആ പടത്തിന്റെ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ നമുക്കിങ്ങനെ എന്താവും, ഇത് ആൾക്കാർ എടുക്കുക, പുതിയ ആൾക്കാരാണ് എന്നൊക്കെ ഉള്ള ഒരു ഇത്. പക്ഷെ അത് ഈ പറയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ വന്നതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ആ മേക്കിംഗ് സമയത്ത് നമുക്ക് കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു, വർക്കൗട്ട് ആകുമോ എന്താണ് എന്നുള്ളത്. അപ്പൊ അതിപ്പോ മാറി. പക്ഷെ അത് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് സത്യമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ കഴിഞ്ഞ 20-25 വർഷമായിട്ട് എല്ലാ നടന്മാരും വരുന്നതും ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. എന്തായിരിക്കും ഒരു ചോദ്യം? ഒരു 10-25 വർഷമായിട്ട് ഒരു കോമൺ ചോദ്യം ഉണ്ടാവും. ആരും ഒരു ഇന്റർവ്യൂക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം അവിടെ ഉണ്ടാവും. അതെന്തായിരിക്കും ആ ചോദ്യം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. മമ്മൂക്ക ഒരു ലാലേട്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ മമ്മൂട്ടി ഫാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ചെയ്തപ്പോഴാണല്ലോ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാതെ ഇങ്ങനെ അഭിനയിക്കണം, ഈ സ്ക്രീൻ ആക്ടിങ് ടെക്നിക്കുകളൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ചെയ്യുന്നത് ശരിയാണോന്ന് അറിയാം, നമ്മള് പറയാണ്. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഇതിലൊരു കാര്യമില്ല, ഒരാളെ മാത്രം ഇഷ്ടപ്പെടുന്നതിൽ കാര്യമില്ല. ഇത് രണ്ടുപേരും ഇതിന്റെ ഒരു വല്ലാതെ ഭാഗമാണ്, നമുക്കത് പിടിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഫാൻ ഫോളോയിങ് പരിപാടി എന്നുള്ള ഒരു തന്നെ വിട്ടു. അതാണ്. എന്നാലും ഒരു നടൻ നിങ്ങൾ ഏത് സമയത്തും ഞാൻ റോൾ മോഡൽ പോലെ നിങ്ങൾ എനിക്കൊരു നടനുണ്ടോ? റോൾ മോഡൽ പോലെ മമ്മൂക്കൻ പോലെ ഞാൻ റോൾ മോഡലായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ ഇതിപ്പം ബോളിവുഡ് ആവാം, ഹോളിവുഡ് ആവാം, മോളിവുഡ് ആവാം, ഏത് ഇൻഡസ്ട്രിയിലായാലും ഒരു റോൾ മോഡൽ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതായിട്ട് കണ്ടിട്ടുള്ള ഒരാള് ആസ് എ പേഴ്സൺ ശ്രീനിവാസൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള, കാരണം പുള്ളി അസാധ്യ റൈറ്ററാണ്. പുള്ളി സർക്കാസം പറയുന്ന പോലെ ഒന്നും വേറെ ആരും എനിക്ക് തോന്നുന്നില്ല എഴുതൂ എന്നുള്ളത്. ആസ് എ മറ്റേ ആക്ടർ പുള്ളി ഇതാണ്, ഡയറക്ടർ പുള്ളി വേഴ്സറ്റൈലാണ്, റൈറ്റർ വേഴ്സറ്റൈലാണ്. വിനീത് ശ്രീനിവാസൻ ആൻഡ് ഡാൻസർ ശ്രീനിവാസൻ, മക്കളുടെ രണ്ടുപേരും സിനിമയിലാണ്. അപ്പൊ എനിക്കൊന്ന് സിനിമയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ പരിപാടിയും എല്ലാത്തിലും
സക്സസ്ഫുള്ളും പരിപാടി, അതുപോലെ ലാൽ സാറ് എന്നൊക്കെ പറയുന്ന, അപ്പൊ അവരൊക്കെ നമ്മൾ ഭയങ്കര ഇതായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. റോൾ മോഡൽ ആക്കാൻ പറ്റിയ രണ്ടുപേരായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതെങ്കിലും പടത്തിൽ നിങ്ങൾ ചെയ്ത പടത്തിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് ചെയ്ത ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ? ഏറ്റവും കൂടുതൽ റീടേക്ക് കൊണ്ടാവില്ല എന്ന് തോന്നി? അങ്ങനെ തോന്നിയിട്ടില്ല. റീടേക്കുകൾ പിന്നെ പോയിട്ടൊക്കെ ഉണ്ട്. അതായത് നമ്മള് പുണ്യാളന്റെ സെക്കൻഡ് പാർട്ടില് മറ്റേ ജയസൂര്യയുടെ അടുത്ത് ഇങ്ങനെ ഇന്റർവ്യൂ ചോദിച്ച് വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ജയസൂര്യ കുറെ കാര്യം, ജയേട്ടന്റെ ക്യാരക്ടർ കുറെ ഇൻപുട്ട് തരുമ്പോഴത്തേനും ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. എന്നിട്ട് കാരണം കുറെ ന്യൂസ് ആണല്ലോ പുള്ളിക്ക് കിട്ടുന്നത്, അപ്പൊ എന്റെ വായിന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഷോട്ടുണ്ടായിരുന്നു. അത് കുറെ പ്രാവശ്യം പോയില്ല, പക്ഷെ നമ്മളൊരു 2-3 വേരിയേഷൻസ് ഒക്കെ ട്രൈ ചെയ്ത് ജയേട്ടന്റെ ഭയങ്കര സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാമറ വെച്ചേക്കല്ലേ, റെഡി, അതിന്റെ ആദ്യത്തെ ഒരു പരിപാടി. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്രഷൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ടാമത്, പിന്നെ ഇത് കറക്റ്റ് ടൈമിൽ ഇതിങ്ങനെ വരികയും വേണം, അത് നമുക്ക് ഫേക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് കുറെ മൾട്ടിപ്പിൾ ടേക്സ് പോയിട്ടുള്ള ഒരു പെട്ടെന്ന് എനിക്ക് അങ്ങനെ. ഇപ്പം നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്യാനുള്ള, ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആ ലീഡ് റോളിൽ ആരായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഡ്രീം പ്രൊജക്ട് എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇന്നയാളെ വെച്ച് ഡയറക്റ്റ് ചെയ്യണോ? യെസ്, ഇന്നയാളെ വെച്ച് ഡയറക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്നയാളെ വെച്ച് അഭിനയിപ്പിക്കണോ എന്നുള്ള എന്തെങ്കിലും ഒരു. എനിക്ക് പടം ചെയ്യുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. അയാളെ ഇയാൾ ഈ ചെയ്തു നോക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഇത് എന്തോന്നടാ ഇത്, ഒരു രക്ഷയില്ല. അവിടെയും ബോളിവുഡിലും ഇപ്പൊ പല താരങ്ങളും, ഇർഫാൻ ഖാൻ, രാജ്കുമാർ റാവു, എല്ലാരും അടിപൊളിയാണ്. ആക്ടിങ് തന്നെയാണ് ഇവരുടെയൊക്കെ. ഇവരൊക്കെയാണ് ഈ ബോളിവുഡ് ഇൻഡസ്ട്രി കുറച്ചെങ്കിലും ഞാൻ തോന്നുന്നു നമ്മുടെ ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ചുവടിൽ കുറച്ച് പടങ്ങൾ ഇപ്പം മലയാളത്തിൽ പറയണ എല്ലാ ഡയറക്ടേഴ്സിനെ പോലെ ഫഹദിനെ ഡയറക്ട് ചെയ്താൽ കൊള്ളാന്ന്. കാരണം നമ്മള് പലതും പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവില്ലേ എന്നൊക്കെയുള്ള ഒരു പരിപാടി. ഓരോരുത്തരും ഓരോ സ്റ്റൈൽ. ഫാസിലിന്റെയും പല ഇറങ്ങിയ പടങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഇരുന്ന് കണ്ടു ആ സീനുകളൊക്കെ. ലാലേട്ടൻ നമുക്കൊന്നും പിന്നെ നമ്മള് കൂട്ടിയാൽ കൂടില്ല, നമ്മളങ്ങോട്ടില്ല. അയ്യോ, നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതം? എവിടെയായിരിക്കും? മൂവി ഇൻഡസ്ട്രി ഇല്ലായിരുന്നു ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇപ്പൊ ഒന്ന് ചിന്തിച്ച് പറയാം. നമ്മൾ ഈ സിനിമയും യാത്രയും ഭക്ഷണമൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി, ഇതൊക്കെ തന്നെ. അപ്പൊ ഞാനിപ്പോ നമ്മള് ഈ പറയുന്ന കുക്കിന് പകരം നമ്മള് സിനിമ എന്ന് എഴുതിയായിരുന്നു. അപ്പൊ അതും ഇതും ഇല്ലെങ്കിൽ ഞാനൊന്നില്ല ഏതെങ്കിലും കിച്ചണിലൊക്കെ ആയിട്ട് കുക്കിംഗ് പരിപാടിയോ, കാരണം ആ ഒരു പാഷനോ അല്ലെങ്കിൽ ട്രാവൽ ഗൈഡോ അങ്ങനെ ഒരു പരിപാടിയോ ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പോയനെ പാഷന്റെ പുറത്ത്. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴത് ചിന്തിക്കുന്ന ആർക്കാണ്? അതിന് ഐ.ടിയോ അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പറ്റുകയില്ല. എനിക്കും പറ്റില്ല. നിങ്ങളിപ്പോ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു സിനിമന്റെ ഭാഗമായിട്ട് ഷൂട്ട് പലയിടത്തും യാത്രയുണ്ട്. അപ്പൊ അതിൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും ഒരു പടത്തിനോടൊപ്പം പോകണം, ഒരു ക്രൂ ആയിട്ട് പോകണം എന്നുള്ള ഒരു ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഉണ്ടോ? ഒരു ഡ്രീം പുറത്ത് എപ്പോഴും ഉണ്ടാവല്ലോ, പാരീസ് ഉണ്ടാവല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അത് നമുക്ക് മലയാളം പടമായിട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്തെങ്കിലുമൊക്കെ പറ്റട്ടെ അല്ലേ. അതേപോലെ തന്നെ ഇപ്പൊ പുതിയ വരുന്ന താരങ്ങൾ, നിങ്ങൾ ഫസ്റ്റ് അവരുടെ ഒരു പുതിയ ഒരു ആളെ വെച്ചിട്ട് ഒരാളെ പടം ഇറക്കുകയാണ്, അറിയില്ല, ഡിഫറെന്റ് സെറ്റ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഒരു സെറ്റ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. ആ ഒരു പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ആക്ടറിനെ വിലയിരുത്താൻ പോകുന്നത്? ഫസ്റ്റ് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുക, ഏത് ആക്ടറിന്റെ ആയാലും? ഞാൻ ഇപ്പൊ നമുക്കിപ്പം ഒരു സീൻ തരുമ്പോ നമുക്കത് ഇപ്പൊ ഞാൻ ചെയ്താലും ബ്രോ ചെയ്താലും ആര് ചെയ്താലും അതൊരു രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ല അതൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സാധനം പിന്നെ ഈ നമ്മൾ സിനിമ ഉണ്ടായിട്ട് ഇത്ര നാളായി, ഈ ഇമോഷൻസ് ഒക്കെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സിനിമയിൽ ചെയ്ത് പല ആൾക്കാരും പല രീതിയിൽ പല രാജ്യങ്ങളിലും ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ അവന് ഇതിൽ കൊടുക്കാൻ പറ്റുക. ചിരി എന്നൊക്കെ പറയുന്ന പരിപാടിയാണെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു നമ്മുടെ ജഗതി ചേട്ടന്റെ ഹ്യൂമറിന്റെ മീറ്ററും സുരാജേട്ടന്റെ ഹ്യൂമറിന്റെ മീറ്ററും ഇവർക്കൊക്കെ ഇൻഡിപെൻഡന്റ് സിഗ്നേച്ചേഴ്സ് ഉള്ള. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരാള്
ഈ സ്ക്രീനിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ കണക്കാണ്. ഇവിടെ ഇവൻ ഈ ആദ്യമായിട്ട് വന്നിട്ട് ഇവൻ ഇതിങ്ങനെ അറിഞ്ഞത് എന്നുള്ളൊരു സാധനം നമ്മളെ പെട്ടെന്ന് സ്ട്രൈക്കാവും. അവന്റെ പ്രസന്റേഷനിലും നമ്മളെ എത്രത്തോളം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മളെ എത്രത്തോളം ആൾക്കാരുടെ കണ്ണ് നമ്മളിലേക്ക് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് നമ്മൾ മനസ്സിലിരിക്കും അല്ലെ, നമ്മൾ അവനെ തന്നെ നോക്കുക എന്നുള്ളത്. അപ്പൊ ആ ലുക്ക് ടൈം അവൻ എങ്ങനെ നേടിയെടുത്തു അത് നമ്മൾ ഇവൻ ആ സീൻ പൊളിച്ചേട്ടാ. ഒരു 10 പേരുണ്ടെങ്കിലും നമ്മൾ ലുക്ക് അവൻ എന്ത് ചെയ്യും, അവൻ എന്ത് ഇതാക്കും എന്നുള്ള നമുക്കൊരു നോട്ടം അവനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈസ് ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ നവാസ് സിദ്ദിഖിയും ഈ പറയുന്ന രാജ്കുമാർ റാവുവിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. ഒന്നും പറയാം. ഏത് ഡയറക്ടറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ തോന്നിയപ്പോ ദിലീഷ് പോത്തൻ ഫീൽ ഗുഡ് മൂവീസ് ഓർ ത്രില്ലേഴ്സ്? ഞാനും ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ തല ഇങ്ങനെ ഫുൾ പടത്തിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പം മണിരത്നം ഓർ വെട്രിമാൻ? എനിക്ക് മണിരത്നം. എനി ടൈം അല്ല, വെട്രിമാൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല കേട്ടോ. ഇന്ത്യൻ സെൻസർ ബോർഡിനെ കുറിച്ച് 2 വാക്ക് പറയും. എനിക്ക് ഇന്ത്യൻ സെൻസർ ബോർഡല്ല, ലോകത്തുള്ള ഒരു സെൻസറിങ് പരിപാടിയെടുത്തും ഒരഭിപ്രായം ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസറിങ് ഈ സ്പോട്ട് നമ്മൾ എന്ത് കാണണം എന്നല്ല അവര് തീരുമാനിക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ്, ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഇവർ കാണരുത്, ഇത് ഇവർ കണ്ടോളൂ. ഇതാണ് സെൻസർ ബോർഡ് ചെയ്യേണ്ട പണി. അല്ലെങ്കിൽ ഇതിന് ഇന്ന കണ്ടന്റ്, ഇതിപ്പോ ഇതിന് ചിലപ്പോൾ ഒരു മതപരമായ പ്രശ്നം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായേക്കാം എന്ന് അത് കണ്ട് അതിന്റെ ഒരു പരിപാടി ചെയ്യുന്നതാണ് സെൻസർ ബോർഡ്. അല്ല നിങ്ങൾ ഈ ഇത്ര വാക്കുകൾ യൂസ് ചെയ്തിരുന്നു, ഇതിങ്ങനെ പറഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഇതിങ്ങനെ പാടില്ല, ഇതിങ്ങനെ പാടില്ല, അവിടുന്ന് കുറെ കണ്ടീഷൻ തന്നിട്ട് ഇത് വെച്ച് അങ്ങനെ ഒരു പരിപാടി അല്ല സെൻസറിങ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഇറ്റ്സ് എ റീഇൻവെസ്റ്റ്മെന്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ചില ഇപ്പം ഇങ്ങനെ സെൻസർ ബോർഡ് ചില സീനുകൾ റദ്ദാക്കും, ചില സീനുകൾ ഇങ്ങനെ മാറ്റാൻ പറയും. അത് നിങ്ങൾക്ക് റീഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മള് പടത്തിന്റെ മെയിൻ ഒരു ടേണിംഗ് പോയിന്റോ അല്ല കഥയുടെ ക്രക്സ് ഇരിക്കുന്ന ഒരു സീനൊക്കെ ആയിരിക്കും ഒരു കട്ട് ചെയ്ത് കളയാൻ പറയുന്നത്, അല്ലെങ്കിൽ അതിലിങ്ങനെ കട്ട് ചെയ്ത് പറയാൻ ഓക്കെ. പിന്നെ കട്ട് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർക്ക് ഭയങ്കര അതൊരു തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ പ്രൊഡ്യൂസർ ചിന്തിക്കുന്ന നോക്കിയാൽ കട്ട് ചെയ്ത് പോകുന്നില്ല, പക്ഷെ ഒരു സീന് ഫുള്ള് റീടേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ആണല്ലോ ഏറ്റവും വലിയൊരു. തീർച്ചയായും അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല പറയണ്ടത്, നമ്മൾ ചെയ്തത് ആരൊക്കെ കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെൻസർ ബോർഡ് ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ല നടക്കുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അടുത്തൊരു ചോദ്യത്തിൽ ഉത്തരം എനിക്ക് തന്നെ അറിയാം, എനിക്ക് ഏകദേശം എനിക്ക് തന്നെ മനസ്സിലാവുന്നത് കിളി ഓർ മെക്സിക്കൻ അപാരത? അയ്യോ, രണ്ടാണ്. ഒന്ന് വളരെ പേഴ്സണൽ ആണ്, ഒന്ന് പേഴ്സണലാണ്. പേഴ്സണലും വളരെ പേഴ്സണൽ ആയ കാര്യത്തിൽ ചോദ്യമാണ്. മെക്സിക്കൻ അപാരത തന്നെ, മെക്സിക്കൻ അപാരത തന്നെയാണ്. അതെ അതെ, കിളി ആക്ച്വലി നമ്മൾ ആക്ടർ ആയി കഴിഞ്ഞിട്ട് നമ്മള് ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ചെയ്താണ്. അതിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കിളി ഇപ്പൊ കേട്ടാലും പഠിച്ചാലും അത് ഡയറക്ടർ തന്നെയാണ്, കുഴപ്പമില്ല. മെക്സിക്കൻ അപാരത അങ്ങനെയല്ല, അങ്ങനെയല്ല. ലൈഫ് ചേഞ്ചിങ് സാധനം ആയതുകൊണ്ട് അത് തന്നെയാണ് എന്നും പേഴ്സണൽ ഫേവറേറ്റ്. നിങ്ങളുടെ ബെസ്റ്റ് ഫീച്ചർ എന്താണ്? എന്റെ കണ്ണ് കണ്ണ് തന്നെയല്ലോ, എത്ര വലിയ കണ്ണ്. നമ്മള് ഫഹദ് ഫാസിലിന്റെയും പലവരും പറയുന്നത് ഫഹദ് ഫാസിലിന്റെ കണ്ണ് മതി എന്നാണ് അഭിനയിക്കുമ്പോൾ എന്നാണ് ഞാൻ പലയിടത്തും. അതെ, കറക്റ്റ് ആണ്. ഡയലോഗ്സ് ഒന്നും ചിലയിടത്ത് വേണ്ട, അവന്റെ കണ്ണ് മതി. ആ ഒരു അതെ അല്ലെ, നമ്മള് ഫഹദിന്റെ കണ്ണുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ എന്റെ വലിയ കണ്ണായതുകൊണ്ട് നമ്മൾ കുറച്ച് ചെയ്താൽ മതി, അത് കണ്ണിൽ വന്നോളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം, അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലെ. മ്യൂസിക്കിനോട് എന്താണ് കമ്പ്? മ്യൂസിക്കിന്റെ അടുത്ത് പിന്നെ ഞാൻ നന്നായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്. പാട്ട് പാടാൻ നമുക്കറിയില്ല. ഇളയരാജ ക്ലാസിക് ആണ്. ഏത് ഫാഷൻ ട്രെൻഡാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? എന്തെങ്കിലും ഉണ്ടോ ഒരു ഫാഷൻ ട്രെൻഡ് മൂവി ഇൻഡസ്ട്രി? അല്ല, അങ്ങനെ ഒരു സാധനം ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഉൾക്കൊള്ളാതിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ അത് ട്രെൻഡ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തും നടക്കും. നമ്മള് അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്തങ്ങ് പോവാന്നുള്ളതാണല്ലോ.
അപ്പൊ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ റാപ്പിഡ് ഫയർ റൗണ്ട് ലാസ്റ്റത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. വിഷ്ണു ഗോവിന്ദന്റെ ഈ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡിസ്ക്രൈബ് യുവർസെൽഫ് ഇൻ 3 words. നിങ്ങൾ ഈ കുറച്ചു മുമ്പ് ഈ അരമണിക്കൂറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനില്ലേ, ഈ ഞാനാണ് ഞാൻ. അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഞാനാണ്. ഇതിവിടെ വന്ന് ഫേക്ക് ആയിട്ട് അഭിനയിക്കുന്നത് സുബിൻ അറിയാവുന്ന കാര്യമാണ്. എനിക്ക് അത്ര പറയാനുള്ളൂ, അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ല, പൊതുവെ നമ്മുടെ സൊറബറ നമ്മുടെ ഡ്രീം സീരീസ് ആണ്, ടീം സുബിനോളജിയുടെ. നമ്മൾ ഇതിന്റെ ക്യാമറയുടെ ബാക്കിൽ നമ്മുടെ ടീമും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഇതിപ്പോ ഇതൊക്കെ ബേസ് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ എന്റെ ഉമ്മൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പൊ ഇറ്റ്സ് എ ടീം എഫേർട്ട്. സുബിനോളജി എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഞാൻ മാത്രമല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ടീം. ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു the whole team, the editor, the videographer. ഈ പടത്തിലെ പോലെ തന്നെ ഒരു പടം പോലെ തന്നെയാണ്. പടത്ത് നമ്മള് പണ്ടൊക്കെ നമുക്ക് എപ്പോഴും നമ്മള് ഈ ഒരു റമദാൻ സീരീസിലാണ് നമ്മള് ഒന്ന് വൈറലായത് ശരിക്കും പറഞ്ഞാൽ സുബിനോളജി. ഞാനും ഉമ്മയും സീൻ. അപ്പൊ പലവർക്കും അവരുടെ ജീവിത റിലേറ്റ് ചെയ്യാൻ പറ്റി. ഒരു അമ്മയും മകനും തമ്മിലുള്ള കോൺവെർസേഷനും കാര്യങ്ങളും അത് അത്രയും എന്താ പറയാ ജെന്യൂൻ ആയിട്ടും ഒരു ഫേക്ക് ഒന്നും ഇല്ലാതെ തന്നെ നടന്നൊരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ പലവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ആ സമയത്ത്, നിന്റെ ഉമ്മ ഉള്ളതുകൊണ്ട് നിന്റെ വീഡിയോ ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞ ആര് കാര്യം ചെയ്യാം, ഞാനും മാറി വയ്ക്കാം, ക്യാമറയും മാറ്റി വെക്കാം, എന്നിട്ട് ഉമ്മ നിങ്ങൾ കാണിച്ചു തരത്തിട്ട്. അപ്പൊ ഇതാണ് ആൾക്കാർ, നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാത്ത ഒരു കാര്യം. എല്ലാത്തിനും എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ക്യാമറ ആയാലും അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ആയാലും ഈ എഡിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്താൽ മാത്രമാണ് ഈ പ്രേക്ഷകരുടെ ഫ്രണ്ടിൽ നമുക്കിത് ഒരു ഇതായിട്ട് കാണിക്കാൻ പറ്റും. അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിലി ആയിട്ട് വൈൻഡപ്പ് പുള്ളി ഓൾറെഡി ചെയ്തു. ഇത്രയും നേരം നിങ്ങൾ കണ്ടില്ലേ, അരമണിക്കൂറായിട്ട് ഇദ്ദേഹം. സോ ഗൈസ്, വൺസ് അഗൈൻ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് സൊറബറ സീസൺ 2 എപ്പിസോഡ് വിത്ത് വിഷ്ണു ഗോവിന്ദൻ.